വണ്ടർസ്കേപ്സിൻ്റെ കോട്സ്വോൾഡ് സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഞങ്ങളുടെ ബർട്ടൺ ഓൺ വാട്ടറിലെ കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ബർട്ടൺ ഓൺ വാട്ടർ കഴിഞ്ഞ് ലോവർ സ്ലോട്ടർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെയും പിന്നെ വേറെ ചില കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി റെഡിയല്ലേ? അപ്പോൾ ഇതാ ഞങ്ങൾ ബർട്ടൺ ഓൺ വാട്ടറിന് ഞങ്ങളിതാ കാർ ഓടിച്ച് ലോവർ സ്ലോട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ബർട്ടൺ ഓൺ വാട്ടറിന് ഏകദേശം 2 മൈൽ ദൂരമുണ്ട്, 5 മിനിറ്റ് കാറിൽ. ഇവിടെ ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ അവിടെ വേറെ പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ പബ്ലിക് റോഡിൽ ഒരു സൈഡിൽ കാർ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഈ ഗ്രാമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ലോവർ സ്ലോട്ടർ വില്ലേജിൻ്റെ സെൻറ്ററിലാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള ലൈംസ്റ്റോൺ ബിൽഡ് ഹൗസസ് ആണ് ചുറ്റിനും. ഇതൊരു മാർക്കറ്റ് സെൻറ്റർ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. വളരെ പുരാതനമായിട്ടുള്ളൊരു വില്ലേജാണ് ഇത്. ആക്ച്വലി 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നുള്ളതിന് കണക്കുണ്ട്. ഇവിടെ വന്ന് കണ്ടാലും അതേ പഴയൊരു വില്ലേജിൽ വന്ന ഫീൽ തന്നെയാണ് നമുക്ക്. അടിപൊളി സംഭവമാണ്. പിന്നെ ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോട്സ്വോൾഡിൽ സ്ഥലങ്ങൾ കാണാൻ ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്യണതിൻ്റെ ഇടയിലാണ് ഈ ലോവർ സ്ലോട്ടർ അപ്പർ സ്ലോട്ടർ എന്നൊക്കെ പറഞ്ഞ പേര് കണ്ടപ്പോൾ ആക്ച്വലി ഇതെന്താ ഇങ്ങനെ ഒരു പേര് വിചാരിച്ചു. കാരണം സ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക, എന്താ പറയുക, ഒരു ദയയില്ലാതെ കൊല്ലുക എന്നുള്ള ഒരു അർത്ഥമാണല്ലോ നമുക്ക് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ആദ്യം. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ നോക്കിയപ്പോഴാണ് സ്ലോ എന്ന് പഴയ ഇംഗ്ലീഷിൽ വെറ്റ്ലാൻഡിന് പറയണ പേരാത്രേ. അപ്പോൾ പണ്ട് കാലത്ത് ഇതൊരു വെറ്റ്ലാൻഡ് ആയിരുന്നിരിക്കാം. അങ്ങനെ ആ ഒരു സ്ലോയില് ഉണ്ടായ ഒരു വില്ലേജിൻ്റെ പേരായിട്ടാവും ലോവർ സ്ലോട്ടർ. പിന്നെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാവും, കുന്നിൻ്റെ മുകളിലാണ് അപ്പർ സ്ലോട്ടർ. അങ്ങനെ അപ്പർ സ്ലോട്ടർ വന്നത് എന്നാണ് മനസ്സിലായത്. എന്തായാലും സ്ലോട്ടർ എന്നുള്ള പേരിനോട് ഒട്ടും യോജിക്കില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയ അർത്ഥത്തിന് ഒട്ടും യോജിക്കില്ല. വണ്ടർഫുൾ പ്ലേസ്. ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആരും ഇവിടെ വന്ന് ഇത് കാണണമെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ലോവർ സ്ലോട്ടറിലെ കാഴ്ചകൾ കാണുകയാണ്. ആക്ച്വലി ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇവിടെ ബാക്കിലൊരു മില്ല് കാണാനുണ്ട്. അതൊരു വാട്ടർ മില്ലാണ്, 19th സെഞ്ച്വറി മില്ലാണ്. പക്ഷെ അത് പഴയ ചില വീടുകളിലെ റെഡ് ബ്രിക്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു മില്ലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മില്ലിൽ മാത്രമേ റെഡ് കളറിലുള്ള ബിൽഡിംഗ് ഉള്ളൂ. അപ്പോൾ അതാ നോക്കൂ, ആ മില്ലിൻ്റെ വാട്ടർ വീല് തിരിയുന്നുണ്ട്. പിന്നെ അത് വാട്ടർ പവേർഡാണ്. പിന്നെ ചിമ്മിനിയിൽ സ്റ്റീം പവേർഡും ആണത്രേ. നമുക്ക് എന്തായാലും ഒന്ന് അടുത്ത് പോയി കാണാൻ പറ്റുമത്. പിന്നെ ബാക്കി കാഴ്ചകളും കാണാം. ആക്ച്വലി അതിപ്പോൾ വർക്കിംഗ് മില്ലല്ല കേട്ടോ, അതൊരു മ്യൂസിയം, അതേമാതിരി കഫേ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിലും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞങ്ങൾ കോട്സ്വോൾഡ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചിലർക്കെങ്കിലും ഒരു സംശയമായിട്ടുണ്ടാവും. ഇപ്പോൾ കോട്സ്വോൾഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇംഗ്ലണ്ടിലെ ഏറ്റവും ഭംഗിയേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് നാച്ചുറൽ ബ്യൂട്ടി എന്നുള്ള സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കോട്സ്വോൾഡ്. ഇത് ആക്ച്വലി ഒരു ജില്ല അല്ലെങ്കിൽ ഒരു കൗണ്ടി അല്ല കേട്ടോ. കോട്സ്വോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു 6 or 7 കൗണ്ടീസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഗ്ലോസ്റ്റർഷയറും ഓക്സ്ഫോർഡ്ഷയറുമാണ്. ഇതിൻ്റെ ഏകദേശം നീളം 140 കിലോമീറ്ററിൻ്റെ ലെങ്ത്ത്, വിട്ടായിട്ട് ഒരു 40 കിലോമീറ്റർ. ലണ്ടനിൽ ഏകദേശം 1.5 മണിക്കൂറേ ഡ്രൈവ് ഉള്ളൂ. സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവനും ബാത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോട്സ്വോൾഡ്. കോട്സ്വോൾഡ് ആക്ച്വലി പഴയ കാലത്ത് പ്രത്യേകിച്ചും 12 to 15 നൂറ്റാണ്ടുകളിൽ വൂൾ ട്രേഡിന് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു.
അപ്പോൾ ഈ സ്ഥലത്തിന് ആ പേര് കിട്ടാൻ തന്നെ കാരണം ഇവിടുത്തെ ഷീപ്പാണ്. കോട്സ്വേൾഡ് ലയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. കോട്സ് എന്നുള്ളത് പഴയ ലാംഗ്വേജിൽ ഷീപ്പിന് പറയണതാണ്. വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിംഗ് ഹിൽസ്. അപ്പോൾ ഈ സ്ഥലം ചെമ്മരിയാടുകൾ വിഹരിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ മലകൾ നമുക്ക് മലയാളത്തിൽ ലൂസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാം. റോളിംഗ് ഹിൽസ് ഓഫ് ഷീപ്പ്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലും ഇവിടുത്തെ ബിൽഡിങ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹണി കളർഡ് ലൈം സ്റ്റോണിൽ ഉണ്ടാക്കിയ ബിൽഡിങ്സ് ആണ് ഇവിടുത്തെ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ മാത്രമേ ഒരു പക്ഷെ കാണാനുണ്ടാവുള്ളൂ. കോട്സ്വേൾഡ് സ്റ്റോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന്. സ്ട്രക്ചർ കാണാണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് പോയി നോക്കിയപ്പോഴേ ഒരു സിംഹത്തിൻ്റെ വായ പോലെയൊക്കെ കാണാണ്ട്, അതിൻ്റെ ഉള്ളിലൊരു പൈപ്പും കാണാനുണ്ട്. അത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ചിലപ്പോൾ ഇത് പബ്ലിക് വാട്ടർ സപ്ലൈ ആയിരുന്നിരിക്കാം. കോട്സ്വേൾഡിൽ എല്ലാ വില്ലേജിലും ഓരോ പള്ളിയുണ്ട്. ആ പള്ളി പ്രൈമറിലി വന്നത് വൂൾ ഇൻഡസ്ട്രിയുടെ കാശുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു പള്ളിയാണ് നമ്മളെ പിന്നിലുള്ള ദ പാരിഷ് ചർച്ച് ഓഫ് സെയിൻറ്റ് മാരി. ഇത് 13th സെഞ്ച്വറിയിലുള്ള ഒരു ചർച്ചാണ്. പക്ഷേ ഈ ബിൽഡിംഗ് കാണുന്നത് ഐ തിങ്ക് റീബിൽഡ് ചെയ്തതാണ് 1800s. അപ്പോൾ വളരെ പഴയൊരു ചർച്ച് തന്നെയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് റൈറ്റ് ഇൻ ദി ഹാർട്ട് ഓഫ് ഈ ലോവർ സ്ലോട്ടറാണ്. ഇംഗ്ലണ്ടിലെ ഒരു വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ചില കാര്യങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള വീടുകൾ, നല്ല ഗാർഡൻസ്, ഒരു ചെറിയൊരു പള്ളി. അതുപോലെ ഇംഗ്ലണ്ടിലെ വേറൊരു സ്റ്റാൻഡേർഡ് സാധനമാണ് നമ്മൾക്കൊക്കെ പരിചയമുള്ള ദ റെഡ് ബോക്സ്. പണ്ട് ടെലിഫോൺ ബൂത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അവർ ഡീഫിബ്രിലേറ്ററായിട്ട് യൂസ് ചെയ്യാണ്. എന്തായാലും സം യൂസ്. ഇപ്പം എന്തായാലും എല്ലാവരുടെയും കയ്യിലും മൊബൈലും ഒക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ പബ്ലിക് ബൂത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം എഡിൻബറയിൽ പോയപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടും കണ്ടായിരുന്നു ഇങ്ങനൊരു പബ്ലിക് ബൂത്ത്. അത് പക്ഷെ ഒരു ATM ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒരു ഡീഫിബ്രിലേറ്ററായിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാലം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് അതിനെ നമ്മളത് യൂസ് ചെയ്യുന്നു അതിനു വേണ്ടി. അപ്പോൾ കോട്സ്വേൾഡിൽ വന്നിട്ട് ഷീപ്പിനെ കാണിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ? അവിടെ കുറച്ച് ഷീപ്പുണ്ട്. അത് പേരിനാണ് കോട്സ്വേൾഡ് ഷീപ്പ്. കോട്സ്വേൾഡിൽ ഷീപ്പ് ഓൺ റോളിംഗ് ഹിൽസ്, ചെറിയ റോളിംഗ് ഹിൽസ്. മേഞ്ഞിങ്ങനെ നടക്കണോ എത്ര നാളെ. നമ്മൾ ലോവർ സ്ലോട്ടറിന്ന് അപ്പർ സ്ലോട്ടർ എന്ന് പറഞ്ഞ വേറൊരു വില്ലേജ് ഉണ്ട്. അതിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നു വന്നു. ഏകദേശം 2 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ എത്താറായി. ഇനി ഒരു 1/4 മൈലും കൂടിയേ ഉള്ളൂ. അവിടെ അപ്പർ സ്ലോട്ടർ മാനർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീരൻ വീട് കണ്ടപ്പോൾ നല്ല രസം തോന്നി. നല്ല അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ നല്ല ഗംഭീരം വീടാട്ടോ. ഇനി കുറച്ചുകൂടി നടന്നാൽ അപ്പർ സ്ലോട്ടറിലെത്തും. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അപ്പർ സ്ലോട്ടറിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഒരു സ്ലീപ്പി ലിറ്റിൽ വില്ലേജാണ്. പിക്ചറസ്ക് വില്ലേജ്. എന്തൊരു ഭംഗിയറിയോ കാണാൻ. ഈ ഹണി കളേർഡ് ലൈം സ്റ്റോൺ ബിൽഡിങ്സാണ് ചുറ്റും. ശരിക്കും ഇവിടെ ചുറ്റും കാറൊന്നും ഇല്ലെങ്കിൽ പഴയ ഏതൊരു കാലത്ത് എത്തിയൊരു ഫീലാണ് അവിടെ. ഒരു ബഹളവും ഇല്ല, ഒരു തിരക്കും ഇല്ല. അവിടെ നിന്ന് ആൾക്കാർ താമസിക്കാൻ തന്നെ ഇല്ല തോന്നുന്നു നമുക്ക്. ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അടിപൊളി സ്ഥലം. ഇത് ആക്ച്വലി ലോവർ സ്ലോട്ടറിൻ്റെ അത്ര അധികം പോപ്പുലർ അല്ല തോന്നുന്നുണ്ട്. ആൾക്കാർ ബോട്ടൺ ഓൺ ദ വാട്ടറിലാണ് അധികം വരിക. അത് കഴിഞ്ഞാൽ ലോവർ സ്ലോട്ടറിലും കുറേ ആൾക്കാർ വരും.
ഇവിടേക്ക് ഇപ്പോഴാണ് കുറേശ്ശെ ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങിയിരിക്കുന്നത് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യണം. ഈ അപ്പർ സ്ലോട്ടറിലും ലോവർ സ്ലോട്ടറിലും ഒഴുകണ നദിയുടെ പേര് ഐ എന്നാണ്. റിവർ ഐ എന്നൊക്കെ പറയുവച്ചാലും നമ്മുടെ ഒരു തോട് പോലെയുള്ളൂ. ഇതിനൊരു ഫോർഡ് എന്നാണ് പറയുക. ഇവിടെ ആക്ച്വലി വണ്ടി ഓടിച്ച് പോവാം ഈ പാലത്തിൽ കൂടെ എന്നാണ് പറയണേ. ഞാൻ നടന്നു നോക്കട്ടെ, വഴുക്കലുണ്ടോ അറിയില്ല. ഓ ഭയങ്കര തണുപ്പാട്ടോ. ഓ ഫ്രീസാവണു കാല്. ആക്ച്വലി ഇങ്ങനെ കഷ്ടപ്പെട്ട വെള്ളത്തിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവിടെ വേറെ പാലമുണ്ട്, അതിൽ കൂടെ നടന്ന് വരാം. സ്മാർട്ട് മാൻ. നമ്മൾ ഈ അപ്പർ സ്ലോട്ടറിൻ്റെ ഏത് വ്ളോഗ് കണ്ടാലും അതിൽ പരാമർശിക്കുന്ന ഒരു സംഭവമാണ് പിന്നിൽ കാണുന്നത്. ലോർഡ്സ് ഓഫ് ദ മാനർ ഹോട്ടൽ. ഈ ചെറിയ വില്ലേജിൽ ഏറ്റവും വലിയ ബിസിനസ്സാണിത്. 1640കളിലെ ഒരു ബിൽഡിങ്ങാണ്. കമ്പാരിറ്റീവ്ലി ഈ അടുത്താണ് ഹോട്ടലായി കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ നിന്ന് ഒരു സ്പെഷ്യാലിറ്റി എന്തോ ക്രീം ടീ ഒക്കെ തോന്നുന്നുണ്ട്. അത് കഴിക്കണം എന്നാണ് എല്ലാ വ്ളോഗേഴ്സും സജസ്റ്റ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് എന്തോ പ്രൈവറ്റ് ഇവൻറ്റിന് വേണ്ടി അത് ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അപ്പർ സ്ലോട്ടറിലെ ബാക്കി കാഴ്ചകൾ കാണല്ലേ. ഇംഗ്ലണ്ടിൻ്റെ റീസെൻറ്റ് ഹിസ്റ്ററി പറയുകയാണെന്ന് വെച്ചാൽ വേൾഡ് വാർ 1ലും വേൾഡ് വാർ 2ലും വളരെയധികം ജീവഹാനി സംഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. രാജ്യത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഈ 2 യുദ്ധത്തിലും. ഈ അപ്പർ സ്ലോട്ടർ ഇപ്പോൾ ഡബിളി താങ്ക്ഫുൾ വില്ലേജാണ്. അതെന്താ കാരണം വെച്ചാൽ വേൾഡ് വാർ 1ലും 2ലും ഇവിടെയുള്ള ഒരാളും മരിച്ചിട്ടില്ല അത്രേ. അങ്ങനെ എനിക്ക് തോന്നുന്നു ആകെ 14 വില്ലേജോ സ്ഥലങ്ങളോ മാത്രമേ ഈ ഹോൾ കൺട്രിയിലുള്ളൂ. അപ്പോൾ അതും ഈ അപ്പർ സ്ലോട്ടറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ലോവർ സ്ലോട്ടറും അപ്പർ സ്ലോട്ടർ വില്ലേജസിൻ്റെ കഥകളും കാഴ്ചകളും. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ലോവർ സ്ലോട്ടറും അപ്പർ സ്ലോട്ടർ പോലുള്ള വില്ലേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ ഇങ്ങനത്തെ ഒരു ടൈപ്പ് അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കമൻസായിട്ട് അറിയിക്കുക, ഞങ്ങൾ പറയുക. ഇത് ഞങ്ങളുടെ ഡേ 1 ആണ് കേട്ടോ കോട്സ്വേൾഡ് സീരീസിൻ്റെ. അപ്പോൾ ഇനി ഡേ 2ഉം ഡേ 3 അടിപൊളി കാഴ്ചകൾ വരാണ്ട് പലതും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ബെൽ നോട്ടിഫിക്കേഷൻസും അമർത്തും. എന്നാൽ ഞങ്ങൾ എല്ലാ ആഴ്ചയും സാറ്റർഡേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കോട്സ്വേൾഡിലെ പുതിയ കാഴ്ചകൾ കാണുന്നവരെ ബൈ.